എന്നിട്ടുമെന്തേ 5:50 5:45 സുബ്ഹിന്റെ ജമാഅത്ത് പള്ളിയിൽ നടക്കുമ്പോ എത്ര ആളുകളാണ് ജമാഅത്തിന് പള്ളിയിലുള്ളത്? ഒരു സ്വഫ് ഫുള്ളായിട്ട് ആരെയും കാണാനില്ല. അവിടെയല്ലേ സമരം ചെയ്യേണ്ടത്? രാവിലെ എഴുന്നേറ്റുകൊണ്ട് വീടിന്റെ തൊട്ടടുത്ത് പള്ളി ഉണ്ടായിട്ട് ഞാൻ എൻ്റെ ഉമ്മമാരോട് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്, മഹദറത്തുൽ ബദരിയ കഴിഞ്ഞു പോകുമ്പോ നിങ്ങളുടെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ആൺമക്കളെ സുബ്ഹിക്ക് പള്ളിയിലേക്ക് പറഞ്ഞയക്കണമെന്ന് തീരുമാനിച്ചോ? ഒരു ജൂതനായ ഗവേഷകൻ പറഞ്ഞ വാചകം ഓർത്തുപോവുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെങ്കിലും അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? മുസ്ലിമീങ്ങൾ ജുമഅക്ക് വരുന്നത് പോലെ സുബ്ഹി ജമാഅത്തിന് വരുന്ന കാലം വരെ മുസ്ലിമീങ്ങൾക്ക് നമ്മളെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. സുബ്ഹിന്റെ ജമാഅത്ത് സൂക്ഷിക്കാത്തൊരു സമൂഹോ അവര് കോടതി വിധിയിൽ പ്രതീക്ഷയോടെ അത് വന്നാലും ഇല്ലെങ്കിലും അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം സുബ്ഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ വന്നുകൊണ്ട് എന്റെ റബ്ബിന് ഞാനൊന്ന് ശുക്ർ ചെയ്യട്ടെ, ഇത്രയും കാലം ഞാൻ സമാധാനമായി ജീവിച്ചല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് എന്റെ റബ്ബിനോടൊന്ന് ശുക്ർ ചെയ്യാൻ ഓ ഉമ്മമാരെ, എന്റെ ചെറുപ്പക്കാരെ, സുബ്ഹിന്റെ ജമാഅത്ത് ഒരു പ്രധാനപ്പെട്ട അജണ്ടയാക്കി മാറ്റിക്കോ. അത് ഏറ്റവും വലിയ ശുക്റാണ്. സുബ്ഹിന്റെ ജമാഅത്തിന് എന്താ പ്രത്യേകത എന്നറിയോ? ആ ജമാഅത്തിന് 2 വിഭാഗം മലക്കുകൾ ഹാജരാകുന്നുണ്ട്. രാത്രിയിൽ ഭൂമിയിലേക്ക് വരുന്ന മലക്കുകൾ തിരിച്ചു പോകുന്നത് സുബ്ഹ് ജമാഅത്ത് കഴിഞ്ഞിട്ടാണ്. പകൽ സമയത്ത് ഭൂമിയിലേക്ക് വരുന്ന മലക്കുകൾ സുബ്ഹ് ജമാഅത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് സുബ്ഹ് ജമാഅത്തിന് വലിയ മഹത്വമുണ്ട്. ആ ജമാഅത്തിന് പങ്കെടുക്കുന്നത് അത് ഒരു നന്ദി പ്രകടനത്തിന്റെ ഭാഗമാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹ് നമ്മൾക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളും ഭൂമിയിലൂടെ നടന്നു പോകുമ്പോ നമ്മൾ കൃഷി ചെയ്യുന്ന കർഷകന്മാരല്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ആലോചിച്ചോ? ഖുർആനിൽ എത്ര സ്ഥലത്താ അല്ലാഹ് ചോദിക്കുന്നത്? വആയത്തുൽ ലഹുമുൽ അർളുൽ മൈത, അവരെ കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തമാണ് നിർജീവമായി കിടക്കുന്ന ഭൂമി. ആ ഭൂമിക്ക് ജീവൻ കൊടുത്തതാരാണ്? അത് നമ്മളല്ലേ. എന്നിട്ട് ആ ഭൂമിയിൽ നിന്നുണ്ടാവുന്ന ധാന്യങ്ങളല്ലേ ഫമിൻഹു യഅകുലൂൻ, അവര് ഭക്ഷിക്കുന്നതിന്റെ മുഖ്യമായ ഭക്ഷണം നമ്മൾ മുളപ്പിക്കുന്ന ആ വിത്തുകളല്ലേ അവര് തിന്നുന്നത്. എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് ചോദിക്കുകയാണ്, അഅൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ, നിങ്ങളാണോ കൃഷി മുളപ്പിക്കുന്നത് അതല്ല നമ്മളാണോ മുളപ്പിക്കുന്നത്? ഭൂമിയിലേക്കൊരു വിത്തിറക്കിയാൽ ആ വിത്ത് മുളപ്പിക്കാനുള്ള കഴിവ് പോലും മനുഷ്യനില്ല. ഒരു 10 നെൽമണിയിട്ടാൽ 9 എണ്ണമേ മുളക്കാറുള്ളൂ. എന്തേ? അതിന്റെ പിന്നിലുള്ള പ്രവർത്തനം ഖാലിഖായ അല്ലാഹ്. നമ്മൾക്ക് താല്പര്യമുണ്ട് 10 എണ്ണം മുളക്കാൻ, പക്ഷേ അല്ലാഹ് തീരുമാനിച്ചത് 9 എണ്ണമാണ്.